ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും RSK എഡ്യൂടെക്കിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ +1 കമ്പ്യൂട്ടർ സയൻസിന്റെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഡേറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ അൽജിബ്ര എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ ചാപ്റ്റർ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഡേറ്റ റെപ്രസെന്റേഷനും ഉണ്ട്, ഒന്ന് ബൂളിയൻ അൽജിബ്ര എന്ന് പറയുന്ന രണ്ട് സെക്ഷനാണ് നമുക്കിത് പഠിക്കാവുന്നത്. അപ്പൊ ഞാൻ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഫുൾ ചാപ്റ്റർ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത് ഡേറ്റ റെപ്രസെന്റേഷൻ ആണ്. ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സെക്ഷൻ ഫുള്ള് പഠിക്കാനുള്ള ഡേറ്റ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ അതിൽ ആക്ച്വലി മനസ്സിലാക്കണം എന്താണ് ഒരു ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയെ ഡേറ്റ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡേറ്റയെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത്. കാരണം ഇത് പഠിക്കണം, വളരെ അത്യാവശ്യമാണ്. ഒരു ഡേറ്റയെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. മനസ്സിലായി? അപ്പോൾ ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്പേഴ്സ് അത് ഒരു തരത്തിൽ ഡേറ്റയാണ്. നമ്പേഴ്സിൽ തന്നെ പലതരം നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻറ്റിജേഴ്സ് ഒരു സെക്ഷൻ നമ്പറാണ്. പിന്നെ ഡെസിമൽ നമ്പേഴ്സ് വേറൊരു ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. ഡെസിമൽ നമ്പേഴ്സിനെ നമ്മളിവിടെ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് ഡെസിമൽ നമ്പേഴ്സിനെ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഡേറ്റാസ് ആണ് ക്യാരക്ടേഴ്സ്. ഇതും ഒരു ഡേറ്റയാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റിജേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 0, 1, 2, 3 അങ്ങോട്ടുള്ള നമ്പേഴ്സ്, -1, -2, -3 ഇങ്ങോട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? 2.6, -3.2 ഇതൊക്കെയാണ് ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്യാരക്ടേഴ്സ് ആയിട്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ A, ക്യാപിറ്റൽ ലെറ്റർ B, C, D ഇങ്ങനത്തുള്ള ആയിരിക്കും. സ്മോൾ ലെറ്റർ A, B, C, D, Z വരെയുള്ള ഇതെല്ലാമാണ് ക്യാരക്ടേഴ്സ് ഗണത്തിൽപ്പെടുന്നത്. ഇവരെ എല്ലാവരെയും നമ്മൾ പറയുന്നത് ഡേറ്റയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഡേറ്റാസ് എല്ലാം കീബോർഡ് വഴി നിങ്ങൾ അടിക്കാറുണ്ട്. അപ്പൊ കീബോർഡ് വഴി അടിക്കുമ്പോൾ ഇത് എവിടോട്ട് പോകും? കമ്പ്യൂട്ടറിലോട്ട് പോകും. കമ്പ്യൂട്ടറിലോട്ട് എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾ അടിക്കുന്ന രീതിയിൽ തന്നെ ആ നമ്പർ തന്നെയാണ്. നിങ്ങളിപ്പോൾ 43 എന്ന് അടിച്ചാൽ 43 തന്നെയാണോ പോകുന്നത്? അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ആ നമ്പർ അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താലും അതിനെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല ഡേറ്റ. ഇപ്പൊ ഡേറ്റ എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, നമ്പേഴ്സ് പറഞ്ഞു. ഇനി പറയുന്ന സ്ട്രിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, പഠിക്കണമേ. സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാളുടെ പേര് ഇപ്പൊ എഴുതിയാൽ, ഇപ്പൊ ARUN അരുൺ എന്ന് എഴുതിയാൽ ഇതിനെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സ്ട്രിങ് എന്നാണ്. ഒരു ഒരു ഭാഗം കുറെ ലെറ്റേഴ്സിനെ ഒരുമിച്ച് എഴുതുന്നതിനെ നമ്മൾ സ്ട്രിങ് എന്ന് വിശേഷിപ്പിക്കും. ഇതിനെ എങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വെക്കും? അല്ലെങ്കിൽ ക്യാരക്ടർ ഞാനിപ്പോൾ ഈ ഡബിൾ കോഡ്സ് ഒക്കെ ഇട്ട് കാര്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. ഇത് സിംഗിൾ കോഡ്സിലാണ്. ക്യാരക്ടേഴ്സ് നോർമലി കമ്പ്യൂട്ടർ സയൻസിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്ന ഭാഷയ്ക്കകത്ത് സിംഗിൾ കോഡ്സ്. ഇതിങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എങ്ങനെ പോയി റെപ്രസെന്റ് ആവുന്നത്? അരുൺ എങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് പോയി റെപ്രസെന്റ് ആവുന്നത്? പിന്നെ ഡേറ്റ ഉള്ളത് ഏതൊക്കെയാണ്? നമുക്കിപ്പം ഏറ്റവും സുപരിചിതമായിട്ടുള്ള സാധനങ്ങളാണ് ഓഡിയോ, അല്ലേ? പിന്നെ വീഡിയോ, പിന്നെ എന്താണ് ഇമേജസ്. ഇതെല്ലാം ആക്ച്വലി എന്താണ്? ഡേറ്റാസ് ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷൻ്റെ അകത്ത് ഇവരെ എല്ലാവരെയും, ഓഡിയോയെ, വീഡിയോയെ, ഇമേജസിനെ, ക്യാരക്ടേഴ്സിനെ, നമ്പേഴ്സിനെ ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതെല്ലാം എന്താണ്? ഞാൻ പറഞ്ഞതെല്ലാം എന്താണ്? ഡേറ്റ ആയിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഇതെല്ലാം ഡേറ്റാസ് ആണ്. ഇതല്ലാതെയും കുറെ ഡേറ്റാസ് ഉണ്ട്. ഡബിൾ കോഡ്സ് ഉണ്ട്, സിംഗിൾ കോഡ്സ് ഉണ്ട്, അങ്ങനത്തെ ഉള്ള ഡേറ്റാസും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള ഡേറ്റാസിനെ എല്ലാം കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പറഞ്ഞു മനസ്സിലായ? അതിനെക്കുറിച്ച് പഠിക്കുന്ന സെക്ഷനാണ് ഡേറ്റ റെപ്രസെന്റേഷൻ.
മനസ്സിലായല്ലോ. അപ്പോൾ ഹൗ ടു റെപ്രസെന്റ് ഡേറ്റ ഇൻസൈഡ് എ കമ്പ്യൂട്ടർ. ഹൗ ടു റെപ്രസെന്റ് ഡേറ്റ ഇൻസൈഡ് എ കമ്പ്യൂട്ടർ. അതാണ് ചുരുക്കത്തിൽ എന്ത് പറഞ്ഞാൽ ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് പഠിക്കണം? ഡേറ്റ റെപ്രസെന്റേഷനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തെ കുറിച്ച് ആദ്യം പഠിക്കണം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് നമ്പർ സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് ഏതൊക്കെ നമ്പർ സിസ്റ്റംസ് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അകത്ത് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള സിലബസ് അനുസരിച്ച് 4 നമ്പർ സിസ്റ്റമാണ് ഉള്ളത്. മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 4 നമ്പർ സിസ്റ്റമാണ്. കാരണം ഈ 4 നമ്പർ സിസ്റ്റവും കമ്പ്യൂട്ടറിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ നമ്പർ സിസ്റ്റമാണ് ഒന്നാമത്തത് ഡെസിമൽ നമ്പർ സിസ്റ്റം. ആദ്യത്തെ നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. രണ്ടാമത്തെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. മൂന്നാമത്തെ നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. നാലാമത്തതാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇത് 4 നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ 4 നമ്പർ പലതരത്തിലുള്ള നമ്പേഴ്സ് എവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഓരോ നമ്പർ സിസ്റ്റംസ് ആയിട്ട് എടുത്ത് പഠിക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഇത് പഠിച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഈ 4 ഡെസിമൽ നമ്പർ സിസ്റ്റവും ബൈനറി നമ്പർ സിസ്റ്റവും ഒക്ടലും ഹെക്സാഡെസിമലും മനുഷ്യന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഞാൻ എപ്പോഴും ആലോചിച്ച് വെക്കുന്നത് ഹ്യൂമൻസ്, മനുഷ്യന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസിമൽ നമ്പർ സിസ്റ്റം. നിങ്ങൾ ഈ കൊച്ചു ക്ലാസ്സിലെ തൊട്ട് കണക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ പഠിച്ച ഡിജിറ്റ്സ് അതാണ് ആക്ച്വലി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്നത്. കൊച്ചു ക്ലാസ്സിലെ മുതൽ നിങ്ങൾ പഠിച്ച 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ പഠിപ്പിച്ചിട്ടില്ലേ? ഇതാണ് ആക്ച്വലി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഡിജിറ്റ്സ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോ മനുഷ്യന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റം. രണ്ടാമത്തെ കേസ്, ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ 10 ഡിജിറ്റ്സ് ആണ്. അല്ലെങ്കിൽ എനിക്ക് പറയാം 10 സിമ്പിൾസ് ആണ്. സിമ്പിൾസ് എന്നും പറയാം, അല്ലെങ്കിൽ എന്തെന്നും പറയാം, നമ്മൾ പറയുന്ന നോർമലി എന്താ ഡിജിറ്റ്സ്. ഇതാണ് എന്തിന്റെ ഭാഗം? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന 10 സിമ്പിൾസ് ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ 10 സിമ്പിൾസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഏത് നമ്പർ ഉണ്ടാക്കിയാലും അതിനെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡേറ്റ റെപ്രസെന്റേഷൻ്റെ അകത്ത് ഈ നമ്പർ സിസ്റ്റം ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്പേഴ്സിന് തിരിച്ചറിയാൻ വേണ്ടി ഒരു സാധനം കൊടുക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നമ്പർ എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ നമ്പറെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സാധനം കൊടുക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറഞ്ഞാൽ റാഡിക്സ് എന്നും പറയും. ഈ ബേസ് റാഡിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്പറിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് നമ്പർ സിസ്റ്റമാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം ആണോ, അതോ ബൈനറി നമ്പർ സിസ്റ്റം ആണോ, അതോ ഒക്ടൽ നമ്പർ സിസ്റ്റം ആണോ, അതോ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾ ഉപയോഗിച്ചു? മൊത്തം 10 സിമ്പിൾ ഉപയോഗിച്ചു. അങ്ങനെ മൊത്തം ആ സിമ്പിൾസിന്റെ എണ്ണമാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്തായിരിക്കും എന്നറിയോ മക്കളെ? 10 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി എവിടെ നോക്കിയാൽ മതി? അതിന്റെ ബേസിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ റാഡിക്സിൽ നോക്കിയാൽ മതി. അപ്പൊ ആ ബേസിൽ നോക്കുമ്പോഴത്തേക്ക് അവിടെ 10 കിടക്കുന്നതെങ്കിൽ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് എന്ത് നമ്പർ സിസ്റ്റം ആണെന്ന്? ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെന്ന് ഉറപ്പിക്കാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ നോക്കി ഇവിടെ
ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുവാണ്. എക്സാമ്പിൾ എഴുതി 101 ഇങ്ങനെ എഴുതി. ഞാൻ ഇതിന്റെ ബേസിൽ 10 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ഇത് എന്ത് നമ്പർ സിസ്റ്റമാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് എന്ന് ഉറപ്പിക്കാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ 10 എന്ന് പറയുന്ന ബേസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിനെ 10 ബേസ്ഡ് നമ്പർ സിസ്റ്റം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. വേറൊരു പേരാണ് 10 ബേസ്ഡ് നമ്പർ സിസ്റ്റം. ഇതുവരെ എക്സാമിനൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ 10 ബേസ്ഡ് നമ്പർ സിസ്റ്റം എന്ന് പറയാം. വേറൊരു പേരും കൂടെ ഇതിന് കൊടുത്തിട്ടുണ്ട്, പൊസിഷണൽ നമ്പർ സിസ്റ്റം. പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നും എന്തിനെ വിളിക്കാറുണ്ട്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ വിളിക്കാറുണ്ട്. അപ്പോ ഈ പോയിന്റ്സ്, ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 10 സിമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ സിമ്പിൾ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഉൾപ്പെടുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. മോർ ഓവർ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി എങ്ങനെ മനസ്സിലാക്കണം? മനുഷ്യന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റം നമ്മൾ കൊച്ചിലെ മുതൽ പഠിച്ചുകൊണ്ട് വന്ന്. നമ്മളിതിപ്പോ ആരെങ്കിലും പറയാം 942, നിങ്ങൾക്കൊരു നിങ്ങളുടെ തലയിൽ ഒരു ചിന്ത വരുന്നുണ്ടല്ലോ, ആ നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കീബോർഡിൽ നിന്ന് കൊടുക്കുന്നത് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. ഇപ്പൊ 2 നമ്പർ ആഡ് ചെയ്യാൻ കൊടുക്കുന്നു, കാൽക്കുലേറ്ററിലോട്ട് നമ്മൾ 2 നമ്പർ കൊടുക്കുന്നു. നമ്മൾ എന്തോ കൊടുക്കുന്നത്? ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുക്കുന്നത്. പക്ഷെ ആ ഡെസിമൽ നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടറിനകത്ത് പോയി എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മുമ്പോട്ട് പഠിക്കുകയും പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം മനസ്സിലായ. അപ്പൊ പല പേരുകൾ 10 ബേസ് നമ്പർ സിസ്റ്റം എന്നും വിളിക്കും, പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ കൊച്ചിലെ പഠിച്ചിട്ടില്ലേ? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. 963 ഓർമ്മയുണ്ടോ? ഈ എക്സ്പാൻഷൻ ഫോം എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇതിനെ 900 പ്ലസ് 60 പ്ലസ് 3 എന്ന് നിങ്ങൾ എഴുതും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോ ഇതിന്റെ അകത്ത് ഈ 3 അകത്ത് ഏറ്റവും വെയിറ്റ് കൂടിയ ഡിജിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ആണ്. കാരണം 9 നോക്കിയാൽ 900 അല്ലേ, ഏറ്റവും വെയിറ്റ് കൂടുതൽ 9 ആണ്. അപ്പൊ 9നെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. ഓർത്തു വെച്ചേക്കണേ, MSDയുടെ ഫുൾ ഫോം എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. സിഗ്നിഫിക്കന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ഡിജിറ്റിനെ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്ന് പറയും. അപ്പൊ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് തരാം 3, ഏറ്റവും വെയിറ്റ് കുറഞ്ഞ വ്യക്തി. അപ്പൊ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് LSD. എന്ത് പറയും? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. ക്ലിയർ ആവോ? മനസ്സിലാവൂ ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഈ 900 ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 900, ഈ 900നെ ഇങ്ങനെ എഴുതി കൂടെ മക്കളെ? 9 × 10⁻² എന്ന് എഴുതി കൂടെ മക്കളെ? പ്ലസ് ഇവിടെ 60ക്കകത്ത് എങ്ങനെ എഴുതാം? 6 × 10⁻1 എന്ന് എഴുതി കൂടെ മക്കളെ? പ്ലസ് ഈ 3ക്കകത്ത് എങ്ങനെ എഴുതാം? 3 × 10⁻0 എന്ന് എഴുതി കൂടെ മക്കളെ? 10⁻0 പഠിച്ചു വെക്കണേ. എപ്പോഴും ഏത് നമ്പർ എഴുതിയാലും ആ നമ്പറിന്റെ റേസ് ടു എന്താണ്? 0 ആണെങ്കിൽ എപ്പോഴും ആൻസർ 1 ആയിരിക്കും. എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ 6 എഴുതി, 6⁻0 എന്തായിരിക്കും മക്കളെ? 1. 7⁻0 എന്തായിരിക്കും മക്കളെ? 1. 9⁻0 എന്തായിരിക്കും? 1. എനിത്തിങ് റേസ് ടു 0 എപ്പോഴും എന്തായിരിക്കും മക്കളെ? 1 ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ പവർ ഞാനിപ്പോ പറഞ്ഞ, ഏറ്റവും കൂടുതൽ 10ന്റെ പവർ 2, അതല്ലേ ഏറ്റവും വെയിറ്റ് കൂടിയത്? അതാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങാനും വന്ന MSDയുടെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കാം, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. LSDയുടെ ഫുൾ ഫോം എന്തുവാണ്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞത്. അപ്പൊ ആരാണത്? 3. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡെസിമൽ നമ്പർ സിസ്റ്റം ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ഡെസിമൽ നമ്പർ സിസ്റ്റം പഠിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്പർ സിസ്റ്റത്തിലോട്ട് വരാം. രണ്ടാമത്തെ നമ്പർ സിസ്റ്റം ഏതാണ്? രണ്ടാമത്തെ നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് നമ്പർ സിസ്റ്റം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആർക്ക് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റമാണ്? മനുഷ്യന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റമാണ്. അങ്ങനാണെങ്കിൽ ഞാൻ ഇതിനെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? മെഷീന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രോഗ്രാമിംഗ്, നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിച്ചോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്ത് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുത്തോട്ടെ, എന്തും ചെയ്തോട്ടെ, നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിലാണ് നിങ്ങൾ ഇതെല്ലാം ടൈപ്പ് ചെയ്തെല്ലാം കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും ആർക്ക് മനസ്സിലാവത്തില്ല? മെഷീന് മനസ്സിലാവത്തില്ല. മെഷീന് ഒരേ ഒരു ഭാഷയെ മനസ്സിലാവത്തുള്ളൂ.
പറഞ്ഞ മനസ്സിലായോ? അത് ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്ന ബൈനറി ലെവൽ ലാംഗ്വേജ് മാത്രമേ ബൈനറി ലെവൽ ലാംഗ്വേജ് മാത്രമേ മെഷീന് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരു പേര് ലോ ലെവൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ വേറൊരു പേര് മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേരുകളാണ്. പറഞ്ഞു മനസ്സിലായോ? ഈ ലാംഗ്വേജസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബൈനറി ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജ്. കാരണം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് എന്താണ്? ബൈനറി നമ്പേഴ്സ് ആണ്. ബൈനറി നമ്പേഴ്സ്. അപ്പൊ പഠിക്കണം ഏതാണ് ബൈനറി നമ്പേഴ്സ്. പഠിക്കണം ബൈനറി ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്നറിയാവോ? ബൈനറി സീറോയും വണ്ണുമാണ് നമ്മുടെ ബൈനറി ഡിജിറ്റ്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഡിജിറ്റ് 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 എന്ന് പറയരുത്. ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റത്തില് ഈ ബൈനറി നമ്പേഴ്സ് ആയ സീറോയും വണ്ണിനെയും നമ്മൾ ഇവിടെ വിശേഷിപ്പിക്കുന്ന ബിറ്റ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്, കേട്ടോ. ഇനി തൊട്ട് ഡിജിറ്റ് എന്ന് പറയുന്നത്, ഡിജിറ്റ് നേരത്തെ ഉള്ളതിൻ്റെ അകത്ത് പറഞ്ഞു നിങ്ങൾ ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് ഡിജിറ്റ് പറഞ്ഞു. പക്ഷെ ഇവിടെ ഡിജിറ്റ് പറയരുത്, ഇവിടെ പറയേണ്ടത് ബിറ്റ് ആണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? സീറോയും വണ്ണും വെച്ച് എഴുതുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി നമ്പേഴ്സ്. ആ വണ്ണും സീറോയും വെച്ച് എഴുതുന്ന ഭാഷയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി ലെവൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. സീറോസും വൺസും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ എത്ര സിമ്പൽ ഉപയോഗിക്കുന്നുള്ളൂ? രണ്ടേ രണ്ട് സിമ്പൽ ഉപയോഗിക്കുന്നുള്ളൂ. നേരത്തെ ലാംഗ്വേജ് എത്ര സിമ്പൽ ഉപയോഗിക്കുമായിരുന്നു? 10 സിമ്പൽ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് അതിന്റെ ബേസ് എത്ര ആയിരുന്നു? 10 അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരെന്തുമായിരുന്നു? 10 ബേസ് നമ്പർ സിസ്റ്റം. വേറൊരു പേരെന്തുമായിരുന്നു? പൊസിഷണൽ നമ്പർ സിസ്റ്റം. വേറൊരു പേരെന്തുവാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇവിടെ പക്ഷേ എത്ര ഉപയോഗിക്കുന്നുണ്ട്? രണ്ട് നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ബിറ്റ് ആണ്. ഒന്ന് സീറോയും ഒന്ന് വണ്ണും. പറയുവാണെങ്കിൽ ഡിജിറ്റ് സീറോയും വണ്ണും മാത്രം ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പൊ രണ്ട് ഡിജിറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? നമുക്ക് ഇതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സിനെ എന്തെന്ന് വിശേഷിപ്പിക്കാം മക്കളെ? രണ്ടെന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചേ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യവും കൂടി ഇപ്പോൾ ഉറയ്ക്കും. ബേസ് എന്തിനാ എഴുതുന്നതെന്ന് ഉറയ്ക്കും. ദാണ്ട് ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ എഴുതി 101. ഈ 101 എന്താകാം? ഡെസിമൽ നമ്പർ സിസ്റ്റവും ആകാം, ബൈനറി നമ്പർ സിസ്റ്റവും ആകാം. ആയിക്കൂടെ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ നേരത്തെ പഠിപ്പിച്ച ബൈനറി നമ്പർ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് അതാണ്ട് 101 താണ്ട് എഴുതിയേക്കുന്ന ബേസ് എത്ര? 10 എഴുതിയാൽ അത് ഡെസിമൽ നമ്പർ സിസ്റ്റം. 2 എഴുതിയാൽ അത് എന്ത് നമ്പർ സിസ്റ്റം ആയിട്ട് മാറും മക്കളെ? ബൈനറി നമ്പർ സിസ്റ്റം ആയിട്ട് മാറും. ക്ലിയർ ആയോ? മനസ്സിലായോ? ബേസ് എന്തിനാ? അപ്പൊ ബേസ് എന്തിനാന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ റാഡിക്സ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഐഡന്റിഫൈ ദ നമ്പർ സിസ്റ്റം. നമുക്ക് നമ്പർ സിസ്റ്റത്തിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബേസ് കൊടുക്കുന്നത്. ആ ബേസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം ഇത് ബൈനറി ആണോ അതോ ഇത് എന്താണോ എന്ന്. ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത് നിങ്ങൾ 101 വായിക്കരുത്. 101 വായിക്കരുത്. 101 എന്നും നിങ്ങൾ വായിക്കരുത്. നിങ്ങൾ 101 എന്ന് വായിക്കാൻ പറ്റുന്ന ഏത് നമ്പറാ? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നിങ്ങൾ 101 എന്നോ 101 നമുക്ക് വായിക്കാം. പക്ഷെ ബൈനറി നമ്പേഴ്സിനെ നിങ്ങൾ എങ്ങനെ വായിക്കൂ? 101 വിത്ത് ബേസ് 2 എന്നേ വായിക്കാവൂ. അല്ലാതെ 101 എന്ന് വായിക്കരുത്. 101 വിത്ത് ബേസ് 2. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു കേസാണ്, എന്താണ് ഈ സാധനം? ഇത് എത്ര ബിറ്റാന്നറിയോ മക്കളെ? ഇവിടെ ശ്രദ്ധിച്ചോളൂ. 101 എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഇതിനെ എന്തായിട്ട് പറയണം? ബിറ്റ് ആയിട്ട് പറയണം. അപ്പൊ എത്ര ബിറ്റ് ഉണ്ട്? 1 2 എത്ര ബിറ്റ്? ഇത് 3 ബിറ്റ് ബൈനറി നമ്പറാണ്. 3 ബിറ്റ് എന്ത് നമ്പറാണ്? ബൈനറി നമ്പറാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോ നമുക്ക് ബിറ്റിന്റെ ഡെഫിനിഷൻ എഴുതണം. ഈച്ച് ഡിജിറ്റ് ഇൻ എ ബൈനറി നമ്പർ. ഒരു ബൈനറി നമ്പറിൻ്റെ അകത്തുള്ള ഓരോ ഡിജിറ്റിനെയും, ഈച്ച് ഡിജിറ്റ് ഇൻ എ ബൈനറി നമ്പർ ഈസ് നോൺ ആസ് എന്താണ്? ബിറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? ബിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഓരോ ഡിജിറ്റ് എന്തിൻ്റെ അകത്തുള്ള, ഒരു ബൈനറി നമ്പറിൻ്റെ അകത്തുള്ള ഓരോ ഡിജിറ്റിനെയും നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബിറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഈ 101 എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ബിറ്റ് ബൈനറി നമ്പറാണ്, കേട്ടോ. അപ്പോ ഇവിടെ നിങ്ങളൊന്ന് പഠിക്കണം. 1
0 1. ഇവിടെ നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? MSDയും LSDയും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റും. അതേപോലെ ഇവിടെയും സാധനമുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്ന് പറയത്തില്ല, കാരണം ഇവിടെ എന്തെന്നേ പറയത്തുള്ളൂ? ബിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണിത്. അപ്പോ ഈ കിടക്കുന്ന എന്തായിരിക്കും? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും വെയിറ്റ് കൂടിയ ബിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ സൈഡിൽ കിടക്കുന്ന ഈ 1 ആയിരിക്കും. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് അപ്പൊ ഏതായിരിക്കും? LSB. ഇതായിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സംശയമൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ. ബൈനറി നമ്പർ സിസ്റ്റം ക്ലിയർ ആയോ? ബൈനറി നമ്പർ സിസ്റ്റം ഏത് ലാംഗ്വേജ് ആണ്? ബൈനറി ലെവൽ ലാംഗ്വേജിന്റെ അകത്ത് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് ബൈനറി നമ്പേഴ്സ്. ആ ബൈനറി നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0യും 1ഉം. 0യും 1നെ നമ്മൾ എന്തായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? ബിറ്റ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനേഷൻ ഈച്ച് ഡിജിറ്റ് ഇൻ എ ബൈനറി നമ്പർ ഈസ് നോൺ ആസ് എ ബിറ്റ് ആണല്ലോ. രണ്ടെണ്ണം ഉപയോഗിക്കുന്നുള്ളൂ, 0യും 1ഉം. അതുകൊണ്ട് അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് മറക്കരുത്. റാഡിക്സ് എന്നും വിളിക്കാറുണ്ട്. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എത്ര? 2. അപ്പൊ നിങ്ങൾ ബേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും ഓക്കെ ആണല്ലോ. ഒരു കാര്യവും കൂടെ പഠിക്കണേ. 4 ബിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ഇവിടെ വിളിക്കുന്ന പേരാണ് ഒരു നിബിൾ. ഒരു നിബിൾ എന്ന് പറയും 4 ബിറ്റിനെ. മെമ്മറി നമ്മുടെ മെമ്മറി ഉണ്ടല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ ഏതിൻ്റെ അകത്ത്, മൊബൈലിനകത്തോ എന്തിൻ്റെ അകത്ത് മെമ്മറി ഉണ്ടല്ലോ. മെമ്മറിയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബിറ്റ്. കേട്ടോ, ഓർത്ത് വെച്ചേക്കുന്ന. ചിലപ്പോൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്, മെമ്മറിക്കകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്താണ്? ബിറ്റ്. കേട്ടോ, ബിറ്റ്. അപ്പൊ 4 ബിറ്റിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു നിബിൾ എന്ന് പറയും. 4 ബിറ്റ്. അപ്പോ ഇതിൻ്റെ അകത്ത് 8 ബിറ്റിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? 8 ബിറ്റ് പഠിക്കണം. ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. 1 മാർക്ക് 1 ബൈറ്റ് എന്ന് പറയും. കേട്ടോ, 8 ബിറ്റിനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? 1 ബൈറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, 8 ബിറ്റ് 1 ബൈറ്റ്. അങ്ങനെ ആവുമ്പോൾ 1024 ബൈറ്റ്. ഇനി എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട ഇവിടുന്ന് ഇങ്ങനെ എഴുതിക്കോണം. 1024 ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MB ആണ്. MB എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാബൈറ്റ്. MB എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാബൈറ്റ്. 1024 MB ആണ് എൻ്റെ ഒരു ജിഗാബൈറ്റ്. ഒരു GB എന്ന് പറയുന്ന 1024 ഹാർഡ് SD കാർഡ് പണ്ടൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം. ചിന്തിച്ചു നോക്കിയത് 1024 MB എന്ന് പറയുന്ന 1 GB എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സംശയം വല്ലതും ഉണ്ടോ? ജിഗാബൈറ്റ്. ഇനി 1024 ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? 1 ടെറാബൈറ്റ്. ഒരു ടി ബി ടെറാബൈറ്റ്. 1 ടെറാബൈറ്റ്. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ടെറാബൈറ്റ്, പെറ്റാബൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഇത്രയും നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ചില സമയങ്ങളിൽ എക്സാമിന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ 4 ബിറ്റ് എന്താ? 1 നിബിള്. 8 ബിറ്റ് എന്താ? 1 ബൈറ്റ്. 1024 ബൈറ്റ് എന്താ? 1 മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് എന്താ? 1 ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് എന്താ? 1 ടെറാബൈറ്റ്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണേ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇത്രയും സെക്ഷൻ്റെ അകത്ത്? ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന 3ാമത്തെ നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഓക്കെ, നമ്മൾ 3ാമത്തെ നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പോ നമ്മൾ 2 നമ്പർ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു. ഒന്ന് മനുഷ്യന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റവും പഠിച്ചു കഴിഞ്ഞു, ഒന്ന് മെഷീന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റവും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, ഞാൻ എന്തിനാണ് ഈ ഒക്ടൽ നമ്പർ സിസ്റ്റം പഠിക്കുന്നത്? നോർമൽ ശ്രദ്ധിക്കും. ഈ ഒക്ടൽ നമ്പർ സിസ്റ്റവും ഇതിന്റെ അടുത്ത വരാൻ പോകുന്നത്, ഞാൻ അത് രണ്ടും ഇവിടെ തന്നെ ഇടാം. 4ാമത്തെ നമ്പർ സിസ്റ്റവുമായ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ആക്ച്വലി എന്തിനാണിത് ഈ നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുവാണ്. ഒരു എക്സാമ്പിൾ എടുക്കും, ഒരു ബൈനറി നമ്പർ എക്സാമ്പിൾ എടുക്കുവാണ്. 1111 പിന്നെ 0000. ഇതിപ്പോ ഞാൻ ചെറുതെ എടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ 11110000. ഇത് ഒരു റീഡിങ് ഭയങ്കര വലുതാവും. ഇതിപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുത്തേ ഉള്ളൂ.
ഞാനിപ്പോൾ വലിയ വലിയ വാക്കുകളോ സെന്റൻസോ ഒക്കെ എഴുതും, അത് വലിയൊരു ബൈനറി നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കണം, കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു. അപ്പൊ എറർ സംഭവിക്കുമ്പോൾ 110060101010101010 എറർ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? റീഡിങ് കേപ്പബിലിറ്റി കുറച്ച് പാടായിരിക്കും. ഇത് റീഡിങ് കേപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈനറി നമ്പറിനെ കുറച്ചും കൂടെ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട്, ചെറുതാക്കിയിട്ട് വായിക്കാൻ കുറച്ചും കൂടെ ലളിതമാക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന നമ്പർ സിസ്റ്റമാണ് ഒന്ന് ഒക്ടൽ നമ്പർ സിസ്റ്റവും ഒന്ന് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന് ഒക്ടൽ പണ്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. കാരണം അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ അറിയാം കമ്പ്യൂട്ടറിനകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉപയോഗിക്കും. കാരണം എല്ലായിടത്തും ഈ ബൈനറി നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടായിരിക്കും. കാരണം റീഡിങ് കേപ്പബിലിറ്റി ഭയങ്കര മെനക്കേടായിരിക്കും. കാരണം ഇതിനെ ഇപ്പോൾ ഒക്ടലിലോട്ട് ഞാൻ എഴുതുവാണെങ്കിൽ പഠിക്കും കൺവേർഷൻ, ഇതിനെ ഒക്ടലിലോട്ട് എഴുതുവാണെങ്കിൽ ഇത് 360 എന്ന് പറഞ്ഞാൽ നമ്മുടെ 360 അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന 360 അല്ല, ഇത് 360. ഇതാണ് ഒക്ടൽ എന്ന് പറയുന്നത്. അതേപോലെ ഇതിനെ ഹെക്സാഡെസിമലിലോട്ട് സംസാരിക്കുമ്പോൾ F0 എന്ന് മാത്രം പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ കണ്ടില്ല, ആ റീഡിംഗ് കേപ്പബിലിറ്റി കണ്ടോ, ചെറുതാവുന്ന കണ്ടോ? ആ റീഡിംഗ് കേപ്പബിലിറ്റി ചെറുതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം, അതേപോലെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഷോർട്ട് ഫോംസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാനിപ്പോൾ MSB LSB എന്നൊക്കെ പറഞ്ഞ എന്താ ഷോർട്ട് ഫോംസ് എന്താ? പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എന്താക്കണം, ചെറുതാക്കണം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ നോക്കി, എന്റെ പേര് RSK എന്ന് ഞാൻ എടുത്തു. ഈ RSK എങ്ങനെ വന്നു? എന്റെ പേരാണത്, രാഹുൽ എസ് കുമാർ. ഞാനത് പറയുന്നതിനെക്കാട്ടിയും ബെറ്റർ ഞാൻ പെട്ടെന്ന് RSK എന്ന് ഷോർട്ട് ഫോം ആക്കുന്നു. അപ്പൊ റീഡബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസ് മക്കളെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0 1 2 3 4 5 6 7 ഇത്രയും സിമ്പിൾസ് മാത്രമേ എന്ത് നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കത്തുള്ളൂ? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഈ സിമ്പിൾസ് എണ്ണി നോക്കിയ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 4 8 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് എന്താ? 8, അല്ലെങ്കിൽ റാഡിക്സ് എന്താണ്? 8 കേട്ടോ. കാരണം ഈ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ബേസ് 8 വിചാരിച്ച് 8 എഴുതി വെച്ചാൽ തെറ്റാണ്. 8 ഒരിക്കലും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ എഴുതുവാണ് 468 വിത്ത് ബേസ് 8 എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പോഴേ പറയണം ഇത് പൊട്ടത്തെറ്റാണ്. കാരണം ഒക്ടലിനകത്ത് ഒരിക്കലും എന്ത് വരത്തില്ല? 8 എന്ന് പറയുന്ന ആ ഒരു നമ്പർ വരത്തില്ല. 100% അപ്പോഴേ ഷുവർ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടോ. 0 മുതൽ എവിടം വരെ വരത്തുള്ളൂ? 7 വരെ മാത്രമേ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് വരത്തുള്ളൂ. സംശയം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഉറപ്പാണ്. ഇതേപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 0 1 2 3 4 5 6 7 8 9, പിന്നെ 10 11 12 13 14 15. മൊത്തം എത്ര സിമ്പിൾസ് വരും? മൊത്തം 16 വരും, 16. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് എത്ര? 16. അല്ലെങ്കിൽ റാഡിക്സ് എത്രയാണ് ഇതിന്റെ? 16. ഇത്രയും സിമ്പിൾസ് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ പഠിക്കണേ. 9 പേരുള്ളതിനെ ഡിജിറ്റ് ആയിട്ടും 10 11 12 13 14 15 അത് നമ്പറാണ്, അത് ഡിജിറ്റ് അല്ല. നമ്പർ ആയിട്ടല്ല ഉപയോഗിക്കുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാം? A ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 11 എന്തിനായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? B. 12 എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യും? C. 13 D. 14 E. ഓർ 15 എന്തായിട്ട്? F ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം 10 തൊട്ട് 15 വരെ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അവരെ 10 11 ആയിട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്ന ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്. അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ സിമ്പിൾസ് ആരെങ്കിലും ചോദിച്ചാൽ എന്താണ്? 0 മുതൽ 9 വരെ എന്താണ്? ഡിജിറ്റ്സും 10 മുതൽ 15 വരെ ഉള്ളതിന്റെ A to F വരെയുമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 742 കാണാൻ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് നോക്കണം?
നിങ്ങൾ ബേസ് നോക്കണം. ബേസ് നോക്കിയിട്ട് വേണം തീരുമാനിക്കേണ്ടത് ഇത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണോ അതോ ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണോ. അല്ലാതെ കണ്ണും പൂട്ടിയിട്ട് ഇത് എന്താണെന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെന്ന് പറയരുത്. അതാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഉപയോഗിക്കുന്നത്. ടു ഐഡന്റിഫൈ ദി നമ്പർ സിസ്റ്റം ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് ബേസ് എത്ര 16 ആണ്. കാരണം ഇവിടെ എത്ര സിമ്പിൾസ് ഉണ്ട്? 16 സിമ്പിൾസ് ഉണ്ട്. 16 സിമ്പിൾസ് എങ്ങനെയൊക്കെയാണ്? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റും 10 മുതൽ 15 വരെയുള്ളത് ആൽഫബറ്റ്സുമായിട്ടാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എവിടെ ഉപയോഗിക്കുന്നത്? പിൽക്കാലത്ത് നിങ്ങൾ പഠിക്കും. കമ്പ്യൂട്ടറിന്റെ അകത്ത് മെമ്മറി ഉണ്ട്. മെമ്മറി എന്ന് വെച്ചാൽ സ്ഥലം, സ്റ്റോർ ചെയ്യുന്ന സ്ഥലമില്ലേ? ഓരോ മെമ്മറിക്കും എന്തുണ്ട്? മെമ്മറി അഡ്രസ് ഉണ്ട്. ഈ മെമ്മറി അഡ്രസ്സ് ആക്ച്വലി മെമ്മറി അഡ്രസ്സ് ഞാനിപ്പോൾ ഒരു ചെറിയ മെമ്മറി വരയ്ക്കാം. ഇങ്ങനൊന്നും അല്ല, ഇത് വെറും സാങ്കല്പികമാണ്. ഇതാണ് കമ്പ്യൂട്ടറിനകത്തുള്ള മെമ്മറി. ഇത് വെച്ചോ. ഈ മെമ്മറിക്ക് കൊടുക്കുന്ന പേര് മെമ്മറി അഡ്രസ് എന്ന് പറയും. ആ അഡ്രസ്സ് ഏതിലായിരിക്കും? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലായിരിക്കും എന്ത് കൊടുത്തിരിക്കുന്നത്? അത് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലാവുമോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് മെമ്മറി കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ വെബ് ഡിസൈൻ പഠിക്കും. +2 വരുമ്പോൾ വെബ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കും. ഈ വെബ് ഡിസൈൻ്റെ അകത്ത് കളേഴ്സ് കൊടുക്കാൻ, കളേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്തിന്റെ സഹായം തേടും? ഈ ഹെക്സാഡെസിമൽ നമ്പേഴ്സിന്റെ സഹായം തേടും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹെക്സാഡെസിമൽ നമ്പേഴ്സ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇനി വളരെ മേജർ ആയിട്ടൊരു പോയിന്റ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. ഞാനത് പറയാൻ വിട്ടുപോയതല്ല, ഞാനത് ലാസ്റ്റിൽ പറയാനായിട്ട് വെച്ചിരുന്ന ഈ പോയിന്റ് നിങ്ങൾ വളരെയധികം നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം ഞാനിപ്പോൾ പറഞ്ഞു എന്താണ്, ബൈനറി നമ്പേഴ്സ് വലുതാണ്, റീഡ് ചെയ്യാൻ വലുതാണ്. അതുകൊണ്ടാണ് ഷോർട്ട് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഒക്ടൽ നമ്പർ സിസ്റ്റം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആണെന്നറിയോ? എഴുതി വെച്ചോണം. 3 ബിറ്റാണ്. 3 ബിറ്റാണ്. ഒരു ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ബിറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 4 ബിറ്റാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ബിറ്റാണ്. ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ബിറ്റാണ്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇവിടെ ഈ ഒക്ടലിനെ ഞാനിപ്പോ പറയുവാണ്, എനിക്ക് ബൈനറിയിലോട്ട് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡിജിറ്റിനും കൂടെ ചേർത്ത് എത്ര എണ്ണം കാണും? 3 ബിറ്റ് ഇവിടെ കാണും, 3 ബിറ്റ് ഇവിടെ കാണും, 3 ബിറ്റ് ഇവിടെ കാണും. മൊത്തവും നമ്മൾ ബൈനറി നമ്പർ എഴുതി വരുമ്പോൾ എത്ര ബിറ്റ് കാണും മക്കളെ? 9 ബിറ്റ് കാണും. മനസ്സിലാവുമോ? ഞാനിപ്പോൾ ഒരു ഹെക്സാഡെസിമൽ നമ്പർ എടുത്താൽ, ഇപ്പൊ F6 എന്ന് എടുത്താൽ ഇതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ബേസ് നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു ഡിജിറ്റിന് എത്ര ബിറ്റ് ആയിരിക്കും അവർ കൊടുക്കുന്നത്? 4 ബിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഒരു ഡിജിറ്റിന് എത്ര ബിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്? 4 ബിറ്റ് ആയിരിക്കും. അപ്പൊ മൊത്തവും ഈ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെ ബൈനറിലോട്ട് മാറ്റിയാൽ എത്ര ഡിജിറ്റ് ആയിരിക്കും? 8 ബിറ്റ് ആയിരിക്കും അതിന് കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലായി? നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ എന്ത് പഠിച്ചു തുടങ്ങും? ഇതെല്ലാം എങ്ങനെ കൺവേർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എല്ലാം ഡെസിമൽ അല്ലേ? ഇത് കമ്പ്യൂട്ടറിന്റെ അകത്ത് പോയി ഇതെങ്ങനെ കൺവേർഷൻസ് നടക്കും, ഇതെങ്ങനെ ബൈനറി ആവും, ബൈനറി എങ്ങനെ ഒക്ടൽ ആവും, ഒക്ടൽ എങ്ങനെ ഹെക്സാഡെസിമൽ ആകാം, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്പർ കൺവേർഷൻസ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ വരും. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. നിങ്ങളെ +1 പഠിക്കുന്ന എല്ലാ കുട്ടികളിലും ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ഓരോ ക്ലാസ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലത്ത് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, താങ്ക് യു.